2021 31/2021 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് കിടക്കാം. ജസ്റ്റ് ടച്ച് ചെയ്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഗാർഗി ആനന്ദൻ. നെക്സ്റ്റ് വൺ, 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ. ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആരാണ്? വീരമണി രാജു. 2021 വീരമണി രാജു ആണ്. ഹരിവരാസനം 2024 ആരാണെന്ന് ചോദിച്ചാൽ ആര് പറയും? വീരമണി ദാസൻ തന്നെയാണ്. വീരമണി ദാസൻ, PK വീരമണി ദാസൻ. തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണി ദാസൻ. PK വീരമണി ദാസൻ 2024 നെക്സ്റ്റ്, 2019 ഓടക്കുഴൽ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? N പ്രഭാകരനാണ് 19 ലഭിച്ചിരിക്കുന്നത്. 23 ആർക്കാണ്? PN ഗോപി കൃഷ്ണൻ. PN ഗോപി കൃഷ്ണൻ 23 PN ഗോപികൃഷ്ണൻ. കവിത ഒരു മാംസഭോജിയാണ്. നെക്സ്റ്റ് വൺ, 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം, നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി. നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്. 2020 യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പരിയാരം. പരിയാരം. നെക്സ്റ്റ് വൺ, 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. 20 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ് ഹോൺബിൽ ആഘോഷിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആരാണ്? ശശി തരൂർ. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? ശശി തരൂർ. നെക്സ്റ്റ് വൺ, നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ആന്ധ്രാപ്രദേശ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. നെക്സ്റ്റ് വൺ, US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ്? ശ്രീനിവാസൻ. US കോർട്ട് ഓഫ് അപ്പീൽസ്, US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ശ്രീനിവാസൻ. നെക്സ്റ്റ്, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. ആരവല്ലി ആണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിലെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? പൂർവ്വഘട്ടമാണ്. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻസിൽ നർമ്മദ, പെരിയാർ, മഹാനദി, സിന്ധു. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? മഹാനദിയാണ്. നെക്സ്റ്റ് വൺ, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷകനദി ഏതാണ്? സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷകനദി ഏതാണ്? ചിനാബ്, ബിയാസ്, ജലം, രവിയുണ്ട്. ചിനാബാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ്? ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ പറയും? ഡിസംബർ, ഫെബ്രുവരി മാസങ്ങളാണ്. ശൈത്യകാലം ഡിസംബർ, ഫെബ്രുവരി മാസങ്ങളാണ് ഇന്ത്യയിലെ ശൈത്യകാലം. ടൂർ പോകുന്ന സമയം എല്ലാവരും. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? ഉൽപ്പാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. എക്കൽ അടിഞ്ഞുകൂടിയാണ് ഉൽപ്പാദനം കൂടുതൽ വർദ്ധിക്കുക.
കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടുള്ളത്? കോർബറ്റ് ദേശീയ പാർക്ക് ഏത് ജീവിയാണ് വരുന്നത്? കടുവയാണ് വരിക. കോർബറ്റ് ദേശീയ പാർക്കിൽ കടുവയാണ് വരിക. വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. വേടന്തങ്കൽ തമിഴ് ചൊവ്വയുണ്ട്, തമിഴ്നാട്. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി രണ്ടാമനാരായിരുന്നു? അൽഫോൻസ ഡി ആൽബുക്കർക്കായിരുന്നു രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. 1957 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിങ്സ്. റവന്യൂ ബോർഡ് രൂപീകരിച്ചത് എപ്പോഴാണ്? വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ്. റവന്യൂ ബോർഡ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ് രൂപീകരിക്കപ്പെടുന്നത്. അടുത്തത്, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാ നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരായിരുന്നു? സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാ നക്ഷത്രം രാജാറാം മോഹൻ റോയ്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാ നക്ഷത്രം എന്നറിയപ്പെട്ടത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത്, രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കട്ട. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. സോറി ഫോർ ദി ഇൻറ്ററപ്ഷൻ. പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളാണ്. അനുച്ഛേദം ഏതാണ്? 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിലേക്ക് ഇളവ് ലഭിക്കുന്ന പദവി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ആർക്കാണ് വരുന്നത്? രാഷ്ട്രപതിക്കാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റിയാണ്, പ്രധാനമന്ത്രിയാണ് വരിക. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. മനുഷ്യാവകാശ കമ്മീഷൻ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ ആർക്ക് കൊടുക്കുന്നു? കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കുന്നു? കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു. ഇനി സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു എന്ത്? സർദാർ പട്ടേൽ ഭവൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്ററാണ്? 560 കിലോമീറ്ററാണ്. ഇനി കേരളത്തിൻ്റെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട് താലൂക്ക്. ഇതൊക്കെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. കേരളത്തിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലക്കിടിയാണ്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ
പരമ്പരാഗത വ്യവസായം കയർ അല്ലേ, ഡാറാസ് ഫാം അങ്ങനെയൊക്കെ പറയത്തില്ലേ, പണ്ട് ഉണ്ടായിരുന്നു ഡാറാസ് മെയിൽ അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ കയർ. അപ്പോൾ അന്ന് മുതലേ ഉള്ളതാണ് കയറെന്ന് ഓർക്കുക. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചിയിലാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവള്ളം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 അല്ലേ, 1996 മീൻസ് 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഫറോക്ക് കോഴിക്കോടാണ് അല്ലേ, പാലക്കാട് സ്ഥലങ്ങളാണ് ദേശീയപാത 966 വരിക. ഫറോക്ക് പാലക്കാട് 966. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ AK ഗോപാലൻ. സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, സാമ്പത്തിക മീൻസ് അവർക്ക് പട്ടിണിയാണ്, ഇതില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല അല്ലേ, ശരിയാണ് സംഭവങ്ങൾ, അങ്ങനെയുള്ള കാരണങ്ങൾ നികത്തിക്കൊണ്ട് അല്ലേ, പൈസ കിട്ടണമെന്നും കൂലി വേണമെന്നും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യങ്കാളിയാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചവരാണ് അക്കമ്മ ചെറിയാൻ. നെക്സ്റ്റ്, അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് എന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? ആഗമാനന്ദസ്വാമി. അമൃതവാണി, പ്രബുദ്ധ കേരളം ആരാണ്? ആഗമാനന്ദസ്വാമി. അമൃതവാണി, പ്രബുദ്ധ കേരളം. ഇനി തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ. തൂവയൽ പന്തികൾ വൈകുണ്ഠസ്വാമി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. സാരഞ്ജിനി പരിണയം അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയതാരാണ്? പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയതാരാണ്? MD വാസുദേവൻ നായരാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാരാണ്? ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാരായിരുന്നു? പണ്ട് അല്ലെ, ഏറ്റവും ആദ്യമുള്ളത് കുറിച്യരും കുറുമ്പരുമായിരുന്നു. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ജോലികളിൽ എന്താണ് വരുന്ന? നിവർത്തന പ്രക്ഷോഭം. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8 എണ്ണമാണ്. നെക്സ്റ്റ്, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറാസ്ഥലം. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറാസ്ഥലമാണ്. നെക്സ്റ്റ്, ലോക ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ 17. ഹീമോഫീലിയ 17 ഏപ്രിൽ 17 അവധിയാണ്, വെക്കേഷൻ സമയം ഓർത്താൽ മതി. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളിലായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളിലായി കാണപ്പെടുന്ന ഭാഗം എന്നാണ്? സെറിബെല്ലം. ചെറിയ ബെല്ല് പോലെ ഇങ്ങനെ വലിയ ഭാഗം ഉണ്ടായിട്ട് ഇത് സെറിബ്രമാണെങ്കിൽ താഴെ 2 കുഞ്ഞു ഭാഗം അപ്പുറത്ത് കൊണ്ട് തണ്ട് താഴേക്കില്ല, 2 ബെല്ല് പോലെ സെറിബെല്ലം എന്ന് പറയാം. താഴത്തെ കാണുന്ന ചെറിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. ഇനി ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ, നമുക്ക് എല്ലാ സെറിബ്രം വലിയ ഭാഗമാണ്, അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രിക്കുന്നവരാണ് സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്താണ്? സെറിബ്രമാണ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? പാറ്റല്ല എന്നാണ് കാൽമുട്ടിയുടെ അസ്ഥി. പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ ഇവിടെ വെച്ചാണ് വൈറ്റമിൻ A ആയി മാറുന്നത്. ക്യാരറ്റിൽ ധാരാളമുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ A ആയിട്ട് മാറുന്നത്? നമ്മൾ കഴിക്കുന്ന ക്യാരറ്റിൽ എന്തുണ്ട്? ബീറ്റ കരോട്ടിൻസ് ഉണ്ടല്ലേ. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് അത് ചെന്ന് എങ്ങനെയായിട്ട് മാറുന്നു? വൈറ്റമിൻ A ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആരും കൂടി സഹായിക്കണം? കരളും കൂടി സഹായിക്കും. ആ ഭാഗത്ത് നിന്നിട്ടാണ് എന്തായിട്ട് മാറുക? അവിടെ വെച്ചാണ് എന്താണ്?
ബീറ്റാ കരോട്ടിൻ കഴിക്കുന്നു, ദഹിക്കുന്നു, ചെറുകൾ വെച്ച് ആഗിരണം ചെയ്യുന്നു അല്ലേ, കരളിലേക്കൊക്കെ അത് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് എന്തായിട്ട് മാറുന്നുണ്ട്, വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കരൾ സഹായിച്ചിട്ടാണ് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. കരളിൽ ധാരാളമുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നതെന്ന് ചോദിച്ചാൽ കരളാണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്, ജീവകം ഡി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്, അനുയാത്രയാണ്. അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം, അംഗപരിമിതർ അല്ലേ. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്, നൈട്രജൻ. ഹരിതഗൃഹ വാതകമല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം, അല്ലാതെ ഒന്നേ ഉള്ളൂ നൈട്രജനേ ഉള്ളൂ, ബാക്കിയൊക്കെ ഹരിതഗൃഹ വാതകങ്ങളില്ലേ, ആഗോളതാപനം. നെക്സ്റ്റ് വൺ, ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന കണിക ഏതാണ്, ഇലക്ട്രോൺ. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ള എന്താണ്, കോൾ ഗ്യാസിലുള്ളത് എന്താണ്, ഹൈഡ്രജനാണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസൂത്രം, വാഷിംഗ് സോപ്പ് എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പ് എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, വാഷിംഗ് സോപ്പ് സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിങ്ങിൽ ഹൈഡ്രോക്സൈഡ് സോഡിയം അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്, വാഷിംഗ് സോപ്പ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ, വാഷിംഗ് സോപ്പ് സോഡിയം. നെക്സ്റ്റ് വൺ, 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജനാണ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്, ഓക്സിജനാണ്. ക്രിയാശീലത കൂടിയ മൂലകം 16ാം ഗ്രൂപ്പിൽ ഓക്സിജനാണ് ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം 16ാം ഗ്രൂപ്പിൽ. ദ്രവ്യവും ഊർജ്ജവും ഒരേ അസ്ത്രത്തിന് രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണ് സമർത്ഥിച്ച ശാസ്ത്രജ്ഞരാണ്. ദ്രവ്യവും ഊർജ്ജവും ഒരേ അസ്ത്രത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ, ഒന്നിൻ്റെ രണ്ട് അപ്പുറവും ഇപ്പുറവും ആണെന്ന് പറഞ്ഞത് ആരാണ്, ഐൻസ്റ്റീനാണ്. ഒരു വാച്ചിൽ സെക്കൻഡ് സൂചിയുടെ ചലനം എന്താണ്, ഇത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ന്യൂട്ടൺ എന്ന എന്തളക്കാനുള്ള ഏകകമാണ്, ന്യൂട്ടൺ ബലമാണ്. സൂര്യൻ്റെ ഉപരിതല ശരാശരി താപനില എത്രയാണ്, സൂര്യൻ്റെ ഉപരിതല ശരാശരി താപനില എത്രയാണ്, 5500 ഡിഗ്രി സെൽഷ്യസ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർക്കുക. ഇങ്ങനെ 10,000 എൻ്റെ പകുതി എന്നോർത്തിട്ട് 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഓർക്കുക. സൂര്യൻ്റെ പകുതി താപനില